ഹലോ ഗേസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നറിയോ? കർണാടക സ്റ്റേറ്റിലെ ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണ് കൊല്ലൂരുള്ളത്. ഇപ്പോൾ കാണുന്ന അമ്പലമാണ് മൂകാംബിക ടെമ്പിൾ. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുടജാദ്രിക്ക് പോയാലോ. പക്ഷെ ഒപ്പമുള്ളവർ പറഞ്ഞു മഴയാണ്, നല്ല മഴ ഉണ്ടായിരുന്നു, പിന്നെ നല്ല തണുപ്പാണ്, പോയാൽ ജലദോഷം പനി ഉറപ്പാണ്, പിന്നെ എന്തിനുണ്ടാവില്ല നെഗറ്റീവ് അടിക്കുക ആൾക്കാർ. അതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. എനിക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് മഴ വന്നാലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും ഞാൻ അവിടെ എത്തിപ്പെടുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദൈവം നമ്മളൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്. മൂകാംബിക ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ് കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്നാണ് ജീപ്പ് നമുക്കുണ്ടാവുക. ഒരാൾക്ക് 400 രൂപയാണ്. 8 ആളെ ആണ് ആ ജീപ്പിൽ കയറാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം. മണിക്കൂറാണ് മൂകാംബിക ടു കുടജാദ്രിക്ക് പോകുവാനും തിരിച്ചു വരാനുള്ള സമയമെടുക്കുന്നത്. പിന്നെ പശ്ചിമഘട്ടത്തിലെ 4400 അടി ഉയരമുള്ള പീക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കർണാടകയിലെ 13ാമത്തെ ഹൈയസ്റ്റ് പീക്കാണ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നറിയപ്പെടുന്നത് വർഷത്തിൽ 8 മാസവും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 500 സെൻറ്റിമീറ്റർ മുതൽ 750 സെൻറ്റിമീറ്റർ വരെ അവിടെ ഒരു വർഷത്തിൽ മഴ കിട്ടാറുണ്ട്. ജീപ്പിലിരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം കുത്തിക്കുലുങ്ങിയിട്ടും നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കവിടെ എത്തണം എന്നുണ്ടായത് കൊണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ നമ്മൾ റെഡി ആയിട്ടാണ് പോണത്. ജീപ്പ് വരുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല ബുദ്ധിമുട്ടാണെന്ന്. ഇനി നമുക്ക് കുറച്ച് നേരം നടക്കാം. ജീപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം നടക്കണം. ആ സ്ഥലങ്ങൾ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ഞങ്ങളൊപ്പം വന്നവർ നല്ല കൂട്ടായിരുന്നു. താങ്ങായിട്ടും തണലായിട്ടും അവരുണ്ടായിരുന്നു. എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വഴി പ്രശ്നമേ ഉണ്ടായിരുന്നില്ല.
1.5 മണിക്കൂറോളം നടക്കാനുണ്ട്. നടന്നു പോകുമ്പോൾ കിളികളുടെ സൗണ്ട്, കാറ്റ്, മഞ്ഞുമൂടൽ കാണുമ്പോൾ മനസ്സിന് ശാന്തതയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. അത് നമ്മൾ പോയാൽ തന്നെ അറിയുള്ളൂ. കുടജാദ്രിയിൽ പോയവർ പിന്നെയും പോണത് എന്താണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായത്, പോയവർ പിന്നെയും എപ്പോഴും വേണമെങ്കിലും പോവും. കാരണം പോകുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ സുഖം എന്താണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ശങ്കരാചാര്യർ പണ്ട് തപസ് ചെയ്ത് ഈശ്വരനെ കണ്ടുമുട്ടിയ സ്ഥലമാണിത്. അങ്ങനെ ഞാനും അവിടെ എത്തി.